ലിസണേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത മിസ് ആണ്. സോ നമ്മുടെ ഹരണ രീതികൾ അഥവാ ഡിവിഷൻ മെത്തേഡ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ കുറച്ച് പേരെങ്കിലും കുറച്ച് സ്കൂളിലെങ്കിലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും. സോ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നല്ല പോലെ അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ അടിപൊളിയായിട്ട് നല്ലോണം പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. ഇപ്പം നിങ്ങൾ 1ന്റെ ടേബിൾ വെച്ച് അങ്ങ് തുടങ്ങി. 1ന്റെ ടേബിൾ ഇപ്പോൾ പഠിക്കേണ്ട, 2ന്റെ ടേബിൾ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓരോ ദിവസം ഓരോ ടേബിൾ വെച്ച് പഠിച്ചാൽ മതി, നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം തന്നെ പഠിച്ച് വെക്കുക. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ലൈഫിൽ തന്നെ നിങ്ങൾക്ക് വേണ്ട ഒരു സാധനമാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറയുന്നത്. ഇതില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെ പറയാം. വളരെയധികം ബുദ്ധിമുട്ടാണ്. സോ നമ്മുടെ ഹരണ രീതികളിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്ത് തുടങ്ങാം. നമ്മുടെ ചാപ്റ്റർ നമുക്ക് മെല്ലെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പഠിച്ചു തുടങ്ങാം. അത് കഴിഞ്ഞ് ഓരോരോ കോൺസെപ്റ്റുകളായിട്ട് ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ എല്ലാവരും കൃത്യസമയത്തിന് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണാം. സോ ആദ്യത്തെ നമ്മുടെ ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് 40 ലിറ്റർ വെള്ളം ഒരേ അളവുള്ള 8 കുപ്പികളിൽ നിറച്ചു. ഓരോ കുപ്പിയിലും എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകും എന്നാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Okay, 40 liters of water was filled in 8 bottles of the same size. How many liters of water will be there in each bottle? ഇത് എന്താ ചെയ്യുക? ഇത് നമ്മൾ ഡിവിഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. നമ്മൾ എങ്ങനെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? നമ്മൾ 4ാം ക്ലാസ്സിൽ നമ്മൾ ഹരിക്കാനും നമ്മൾ ഡിവൈഡ് ചെയ്യാനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു 40നെ അഥവാ ഈ ഒരു 40യെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആൻസർ കിട്ടും അല്ലേ? സോ 40 ഡിവൈഡഡ് ബൈ 8 എന്ന് പറയുന്നത് എത്രയാണ് നമ്പർ എന്ന് കണ്ടുപിടിക്കാൻ നമ്മളൊന്നും ചെയ്തൊന്നും നോക്കണ്ട. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നല്ല പോലെ അറിഞ്ഞാൽ മതിയേ. സോ 8 ഇൻറ്റു ഡാഷ് ഇസ് ഈക്വൽ ടു 40. 8നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ്, അഥവാ 8നെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ് 40 കിട്ടാൻ നോക്കിയാൽ മതി. സോ 8 ഇൻറ്റു 5 അഥവാ 5 8s are 40 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ആൻസർ കിട്ടും. സോ ആൻസർ 5 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 75 പൊട്ടുകൾ കൊണ്ടൊരു ചതുരം ഉണ്ടാക്കണം. ഓക്കെ, ഒരു വരിയിൽ 5 എണ്ണം വീതം എത്ര വരികൾ വയ്ക്കാം? അതായത് ഓരോ വരിയിൽ ഇങ്ങനെ 1 2 3 4 5 ഇങ്ങനെ പൊട്ടുകൾ ഓരോ വരിയിൽ ഓരോ റോസിൽ 5 എണ്ണം വെച്ചിട്ട് ഇങ്ങനെ ഓരോ ഡോട്ട്സ് വെച്ചിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചത് ഇതേപോലെ 75 ഡോട്ട്സ് നമുക്ക് എങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് പറ്റും, വെക്കാൻ വേണ്ടിയിട്ട് എത്ര റോസ് ആണ് വേണ്ടത് എന്നാണ് ചോദിച്ചത്. ടോട്ടൽ 75 ഡോട്ട്സ് ആണ്. അത് എത്ര റോസ് ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ വെക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഇന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 75നെ നമ്മൾ 5 കൊണ്ട് ഡിവൈഡ് ആണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത് അല്ലേ? നമുക്ക് എത്രയായിരിക്കും ആൻസർ വരിക? ഇത് നേരെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ ഡിവൈഡ് തന്നെ ചെയ്ത് നോക്കണം. 75 ഡിവൈഡഡ് ബൈ 5. 75നെ നമ്മൾ 5 കൊണ്ട് ഹരിക്കേണ്ടതുണ്ട് അല്ലേ? സോ 5ൽ 7 എത്ര ടൈംസ് ആയിരിക്കും പോവുക? 5ൽ എത്ര തവണയാണ് 7 പോവുക? 5 ഗുണം 1 ചെയ്താൽ നിങ്ങൾക്ക് 5 കിട്ടും. മൈനസ് ചെയ്താൽ ഇവിടെ 2. ഇവിടെ വീണ്ടും 5 വന്നു കഴിഞ്ഞാലോ നമുക്ക് എന്താ കിട്ടുക? 5ൽ എത്ര തവണയാണ് 25 പോവുക? 5 ഇൻറ്റു 5 അഥവാ 5 ടൈംസ് 5 ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് 25 കിട്ടുക. മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 15 ആണ്, അഥവാ 15 ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? സോ ഇത് ചെയ്യാനായിട്ട് ഒരു മെത്തേഡ് കൂടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ റെക്ടാങ്കുലർ ഡിവിഷൻ അഥവാ റെക്ടാങ്കിൾ ഡിവിഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്നത്. സോ ഈ കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ ഒരു കുഞ്ഞു കാര്യം കൂടെ, മറ്റൊന്നുമല്ല, 98 രൂപ. ഒരേ വിലയുള്ള 7 പേനയ്ക്ക് 98 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്? ടോട്ടൽ പ്രൈസ് ഓഫ് 7 pence is equal to 7 പേനയുടെ വിലയാണ് കേട്ടോ. 7 പേനയുടെ വിലയാണ് 98 രൂപ. അങ്ങനെയെങ്കിൽ ഒരു പേനയുടെ വില എത്രയാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു ഉത്തരമാണ്. എന്നിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നമ്മുടെ റെക്ടാങ്കിൾ ഡിവിഷനുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. സോ മറന്നു പോകണ്ട. ഒരു കുഞ്ഞു കാര്യം കൂടെ ഓർക്കുക, നമ്മുടെ എക്സാം ഒക്കെ വരാനായിട്ട് പോവാണ്. നിങ്ങളുടെ ഫസ്റ്റ് ടൈം എക്സാം അഥവാ ഓണം എക്സാമാണ് വരാനായിട്ട് പോകുന്നത് അല്ലേ? സോ ഈ ഒരു എക്സാമിന് നിങ്ങൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് സൈലം നിങ്ങൾക്ക് വേണ്ടി തരുന്നൊരു വലിയ സപ്പോർട്ട് സിസ്റ്റമാണ് നമ്മുടെ പൃഥ്വി ബാച്ച് എന്ന് പറയുന്നത്. സോ ഈ ഒരു പൃഥ്വി ബാച്ചിൽ ഇപ്പോഴും ഓഫേഴ്സ് റണ്ണിംഗ് ആണ്. നമ്മുടെ മൺസൂൺ ഓഫർ ആയത് പ്രകാരം 10% ഓഫിലാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് ഇപ്പോൾ കിട്ടുന്നുണ്ടാവുക. നിങ്ങൾക്ക് ലൈവ് സെഷൻസും റെക്കോർഡഡ് സെഷൻസും അതുപോലെ തന്നെ DPPസും സ്ലൈഡ്സും നോട്ട്സും പിന്നെ ഇത് കൂടാതെ ചാപ്റ്റർ വൈസ് എക്സാമിനേഷൻ, ടേം എക്സാമിനേഷൻ, അങ്ങനെ കുറേയധികം എക്സാമിനേഷൻസും പ്രീവിയസ് ഇയർ
ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇൻ ആപ്പ് കമ്മ്യൂണിറ്റി, അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു കാണുന്ന നമ്പർ 9995400800 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതായിരിക്കും. സോ നമ്മുടെ ബാച്ചുകളുടെ ഡീറ്റെയിൽസും എന്തൊക്കെ ബാച്ചുകളാണ് ഉള്ളത് ഈ കാര്യങ്ങളൊക്കെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. സോ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.